സിപിഎമ്മിനെ തള്ളിപ്പറഞ്ഞ രാജേന്ദ്രൻ പ്രാഥമികാംഗത്വം പുതുക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയെങ്കിലും പാർട്ടിയിലേക്ക് ഇല്ലെന്ന നിലപാടിലാണ് രാജേന്ദ്രൻ. ചതിയന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല. തിരിച്ചു ചെന്നാൽ സംരക്ഷണം കിട്ടുമെന്ന് എന്താണ് ഉറപ്പെന്നും എസ് രാജേന്ദ്രൻ ചോദിച്ചു. സിപിഐഎമ്മിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രന്റെ പ്രതികരണം. പാർട്ടി സെക്രട്ടറിയെ കണ്ട് 2 മാസം പിന്നിട്ടിട്ടും നടപടിയൊന്നുമില്ല. തനിക്കെതിരെ ഉയർന്നത് വ്യാജ പ്രചരണങ്ങളാണ്. വലിയ ചതി നടന്നിട്ടുണ്ടെന്നും ചതിയന്മാർക്കൊപ്പം ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും തിരിച്ചു ചെന്നാൽ സംരക്ഷണം കിട്ടുമെന്ന് എന്താണ് ഉറപ്പെന്നും എസ് രാജേന്ദ്രൻ ചോദിച്ചു. അങ്ങനെ വീണ്ടും എനിക്ക് സംരക്ഷണം കിട്ടും എന്നുള്ള കാര്യത്തിൽ എന്താ ഉറപ്പ്? ഇനിയിപ്പോൾ ഞാൻ തെറ്റും കുറ്റം കാരണമാണ് 40 വർഷക്കാലം സർവീസ് നടത്തി. ഈ പറഞ്ഞ പൊതുസേവന രംഗത്ത് ഒക്കെ ഒട്ടനവധി സമയങ്ങളുണ്ടായിരുന്നു. രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോൾ വേണേൽ ആരെങ്കിലും പറയുമോ എന്ന് നോക്കാലോ. അത് കെട്ടിച്ചമച്ച് ചതി ഉണ്ടാക്കിയതാണ്. ആ ചതിയൻ ആളുകൾ ഒപ്പം നിന്ന് പോകാൻ എനിക്ക് മനസ്സ് അങ്ങോട്ട് അടുക്കുന്നില്ല. അതാണ് മെമ്പർഷിപ്പ് പുതുപ്പിക്കാൻ പറ്റാത്തത്. താൻ CPIM-ൽ തുടരാതിരിക്കാൻ ആഗ്രഹിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിയാണെന്നും ശശിയുള്ള വേദികളിൽ തനിക്ക് ഇടം കിട്ടില്ലെന്നും പാർട്ടിയിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. നീതി ലഭ്യമായില്ല എന്ന് മാത്രമല്ല, അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. കോയിന്ദ മാസ്റ്റർ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ച് സംസാരിച്ചിട്ടും 2 മാസം ആയ സാഹചര്യത്തിൽ ഇടക്കാലത്തിൽ പോലും ഈ വിഷയങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പിൽ എത്തിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു നീതി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കാതെ ഈ സ്ക്രൂട്ടണി നടക്കുന്നു. അതിൻ്റെ പ്രധാനമായി മെമ്പർഷിപ്പ് ഇപ്പം തരണം എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ BJP പോയെന്നോ മറ്റു പാർട്ടിക്ക് പോയെന്നോ പോകാതെ കരുതേണ്ട കാര്യവുമില്ല. ഒപ്പം മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. BJP നേതാക്കളും രാജേന്ദ്രനുമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. BJP-യിലേക്ക് എന്ന സൂചനകൾ വന്നതിന് പിന്നാലെയാണ് CPIM നേതൃത്വം മെമ്പർഷിപ്പ് പുതുക്കാൻ രാജേന്ദ്രനെ സമീപിച്ചത്. ജനം, ഇടുക്കി.